ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് എങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നതെന്നല്ലേ? നിങ്ങൾ വഴിയെ കണ്ടോളൂ ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന്. എന്റെ അമ്പു കാലിട്ടാട്ടലൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ അവൻ നിന്ന് കാഴ്ചകൾ കാണാൻ തുടങ്ങി. പിന്നെ ആള് മെല്ലെ ഉറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തെത്തി. അതെ, ഞങ്ങൾ വന്നിട്ടുള്ളത് വളാഞ്ചേരിയുള്ള യാറാമാളിലോട്ടാണ്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾക്ക് വേണ്ടതെല്ലാം മെയിനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയത് അമ്പുവിന് പാമ്പേഴ്സ് മേടിക്കാനാണ്. നമ്മൾ പിന്നെ ഒരു കാര്യത്തിന് പോയാൽ പിന്നെ 2-3 കാര്യങ്ങൾ അവിടെ എന്തായാലും നടത്തിയിരിക്കും. അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഞങ്ങൾ അങ്ങോട്ട് എടുത്തു. ചിലതിനൊക്കെ ഓഫർ ഉണ്ട്, ചിലതിനൊന്നും ഓഫർ ഇല്ല. അങ്ങനെ താഴത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു മേലോട്ട് കയറി ഉടനെ എന്റെ കണ്ണിൽ ഉടക്കിയത് ദേ ഈ പാവകളാണ്. എന്റെ അമ്പുവിന് നല്ല ഇഷ്ടമായിട്ടോ പാവകൾ. ഷിബാത്താക്കും ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി. എനിക്കിത് ഈ പാവനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് ഈ പാവകളൊക്കെ എടുത്ത് ഓടണം എന്നുണ്ട്, പക്ഷെ അവര് സമ്മതിക്കില്ലല്ലോ. പിന്നെ നമ്മൾ മേടിക്കാനുള്ള ക്യാഷ് നമ്മളെ കയ്യിൽ നെഹിഹേ. ആ പൂതികളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ഞങ്ങൾ വന്ന കാര്യങ്ങളാണ് നടത്തി. അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ബില്ലടിക്കാൻ കൊടുത്തു. അപ്പൊ ഇതൊക്കെയാണ് മേടിച്ചത്. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ അടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയാൽ ഉടനെ കാണുന്നത് ഒരു ഐസ് നേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഐസ്ക്രീം കടയാണ്. അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോഴുള്ള ഐസ്ക്രീം കടയിൽ നിന്ന് 2 കോൺ ഐസ്ക്രീം മേടിച്ച് നേരെ വിട്ടു. മൂത്താപ്പ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടേ, അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോയി. വണ്ടിയിലെത്തിയ ഉടനെ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചു. അല്ലെങ്കിൽ അലിഞ്ഞു പോയാലോ. പിന്നെ വരുന്ന വഴി മൂത്താപ്പാക്ക് എന്തൊക്കെയോ മില്ലെന്ന് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ മില്ലിന് സാധനങ്ങളെല്ലാം എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലെത്തി എന്റെ അമ്പുവിനെ നിർത്തി. അപ്പൊ അവനക്കാണെങ്കിൽ ചെരുപ്പിട്ട് നടക്കാൻ ഭയങ്കര പേടി. അവനോട് ടാറ്റ പറഞ്ഞ് ഞാൻ എന്റെ വീട്ടിലെത്തിയപ്പോഴോ എന്റെ അമ്മ കുളിക്കുകയാണ്. ഇനി ഞാൻ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്യണം. വല്ലാത്തൊരു കഷ്ടം. അപ്പൊ ഇന്ന് ഇത്രയൊക്കെയുള്ള ബൈ.